അതെയോ? സൗമ്യ ചേച്ചി എത്തിപ്പോയേ. ചേച്ചി യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിട്ട് എത്തിയാ? പിന്നെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂടാ. വരാൻ പറ്റണേ അല്ലേ? പുറത്തിറങ്ങാൻ അത്ര ചൂടാണല്ലേ? പിന്നെ കൂട്ടുകാരെ എനിക്ക് വേണ്ടി എന്തൊക്കെയോ സൗമ്യ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ കാണിക്കാം. ഇതെന്താണോ സ്നേഹസമ്മാനം. ഇതൊക്കെ സ്നേഹസമ്മാനമാണ് കൊണ്ടുവന്നത്. കാണിച്ചു തരാം. കുറച്ച് താമസിക്കും കേട്ടോ അവർക്ക് പുസ്തകം വരെ. അപ്പോ കാന്താരി മുളക് നിങ്ങൾ കണ്ടോ? ഓക്കെ, കാന്താരി മുളക് ഞാൻ ഇത് എൻ്റെ പണ്ട് പരൂർത്ത വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഇതിനെപ്പോലും പറിച്ചു. ഓക്കെ, സൂപ്പറല്ലേ കാന്താരി മുളക്? എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. എൻ്റെ മനസ്സറിഞ്ഞ് കൊണ്ടുവന്ന് കണ്ടോ? പൂ പോലെ നമുക്ക് പറഞ്ഞെടുക്കാം. അതിമനോഹരം. പഴുത്തതും പച്ചയും ആയിട്ട് അങ്ങ് പൂ വിടർന്നതുപോലെ കണ്ടോ? പൂ വിടർന്നതുപോലെ. പൂവ് വിടർന്നതുപോലെയല്ല, പൂവ് നമ്മൾ പലയിനം പൂക്കൾ പോലെ. ചുവപ്പും അത് പച്ചയെന്നല്ല, പച്ചയെന്ന് പറയാൻ പറ്റില്ല, നീ വെള്ളക്കളർ പോലെ. അടുത്തത് പുതിനയില. ഇണ്ടിടാ പുതിനയില ഇരിക്കുന്ന സ്റ്റൈല് കണ്ടോ? കോണിയാണ് ഇരിക്കുന്നത്. അടുത്തത് കുറേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു വലിയ കിറ്റ് എങ്ങനെ കൊണ്ട് എത്തിച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതെങ്ങനെയാണ് ഇവിടെ കൊണ്ട് എത്തിച്ചത്? പാവം. ഇതാണ് സ്നേഹ സമ്മാനം. മാങ്ങ. എൻ്റെ അപ്പപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇതാ കൊണ്ടെത്തി. ഇതും കാന്താരി മുളകും. നല്ലോണം നിരസിച്ചു വെക്ക്. കണ്ടോ? കണ്ടോ മാങ്ങ? കണ്ടോ മാങ്ങ? കണ്ടോ? സൂപ്പറല്ലേ മാങ്ങ? എനിക്ക് ഏറ്റവും പാവം ചേച്ചി ഫ്രിഡ്ജിനകത്ത് ആ തണുപ്പ് മാറിയിട്ടില്ല. ഇത്രയും ചൂടായിട്ടും ആ തണുപ്പ് മാറാതെ ഇനി എത്തിച്ചു. ഉണ്ടോ? ഇതെല്ലാം അനിക്കുട്ടിയൊക്കെ കാണണം. അനിക്കുട്ടിയൊക്കെ കാണുമ്പോൾ വെള്ളം ഊറും. ഈ പൊന്നിൻ്റെ വീട്ടിലൊക്കെ ഉണ്ട്. അനിയുടെ വീട്ടിലല്ലേ ഇതൊക്കെ കിട്ടാത്തേ. അവിടെ ബാംഗ്ലൂർ. മെർലിനും കാണും. മെർലിൻ്റെ നാട്ടുമ്പുറവും അവർക്കും കാണും. പപ്പായ. നിന്റെ പപ്പായൊക്കെ സ്റ്റൈലും ഒക്കെ കണ്ട ചേച്ചിയെ പോലെ ഇരിക്കുന്നല്ലേ പപ്പായ? ഇത് കണ്ട അല്ലേ? നിങ്ങൾ തന്നെ പറയണത് ചേച്ചിയെ പോലെയാണോ ഇല്ലേന്ന്. അടുത്തത് എൻ്റെ പോ എന്തൊക്കെയുണ്ട്. ഇതെന്തോന്ന്? പനീർ കുറുക്കയുടെ തണ്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കൊണ്ടുവന്നു. ഞാരെ എൻ്റെ ചേച്ചി കണ്ടോ? തണ്ട് സൂപ്പർ അല്ലേ? ഇനി ഞാൻ ചോറിന് പൊടി വെട്ടാൻ ഇലയും പേപ്പറും കൊണ്ടുവന്നിട്ടുണ്ട്. അത് നീ പിന്നെ പറഞ്ഞാൽ മതി. ഇതെല്ലാം ഇത് ശരിയാണ്. കണ്ടോ? ശബ്ദം കൊടുത്താൽ മതി. അത് കുഴപ്പമില്ല. ഇതേ കണ്ടോ? ഇത് നമുക്ക് നാളെ പൊതി കെട്ടാതെ ഇല ചേച്ചി വാട്ടിക്കൊണ്ടുപോകും. നമുക്ക് ഇവിടെയൊക്കെ ഇല കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ചേച്ചി അത് വാട്ടിക്കൊണ്ടുവന്ന് നമ്മൾ പൊതിച്ചോറ് കൊണ്ടുപോകും. നാളെ 7:45 ട്രെയിന്. അപ്പോൾ നമ്മൾ പൊതി കെട്ടി ചോറ് ട്രെയിനിൽ വെച്ച് കഴിക്കും. ഒരു എൻജോയ് അല്ലേ അത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കൊണ്ടുപോയി കഴിക്കുന്നത്. ചേച്ചിക്ക് ശീലം കാണും. ഒരുപാട് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയല്ലേ. ഞാൻ കുറവാണ്. യാത്രയൊക്കെ പോകുന്നത് വിരളമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പോവാറില്ലായിരുന്നു. പിന്നെ അടുത്തത് ചക്ക. അപ്പപ്പോ എനിക്ക് ഇതെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ് കേട്ടോ. ചക്ക ഓരോ ലൈവിലും ചക്കയുടെ കാര്യം പറയുമ്പോൾ ഞാൻ വെള്ളം കുറയ്ക്കാണ്. കുഴപ്പമില്ല. നിന്റെ ശബ്ദം കൊടുത്താൽ മതി. വീഡിയോ ചക്ക അരക്കൂർ. ഇത് ഓപ്പറേഷൻ ചെയ്തെടുക്കണം. ഇത് ഓപ്പറേഷൻ ചെയ്തെടുക്കണം. ചേട്ടൻ ഇതിനൊക്കെ വെച്ചിരുന്നില്ലേ? ചേട്ടനാണ് എല്ലാം കെട്ടിപ്പൊതിഞ്ഞ് കൊടുത്തത്. ചേച്ചി
ചേട്ടൻ പാവമാണ്, എന്നോട് സംസാരിക്കും കേട്ടോ. എന്നെ ഇഷ്ടമാണല്ലേ ചേട്ടന്? ചേട്ടന് ഇഷ്ടം. അല്ലേ സ്വാമി ഇത് ചേച്ചി? ഉച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്. എപ്പോഴും ചോദിക്കും പച്ചയോടാന്ന് സംസാരിക്കും. ആരോട് സംസാരിച്ചാലും ചോദിക്കും പച്ചക്കുതിര. ഞാൻ ഒരു ദിവസം ചേട്ടനോട് സംസാരിച്ചോളൂ, പക്ഷേ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് സോളോയും അങ്ങനെയാ. സോളോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനെ സംസാരിക്കും. ഇതേ കണ്ടോ, ഇത് ചക്ക. ഇത് ചക്ക എന്ന് പറഞ്ഞാൽ ഇടിച്ചക്ക. നമുക്ക് ഇടിച്ചക്ക ഉണ്ടാക്കാം. ഇനിയുണ്ട്. തീർന്നു. ഇല്ല, വയനാട് എന്ത് കട്ട് ചെയ്തു. ഇത്രേ ഉള്ളൂ. നമുക്ക് വേറെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടോന്ന്. എൻ്റെ ചെറുപ്പത്തിലായിരിക്കും. സൈഡിൽ വയണയിലുണ്ട്. മൈലാഞ്ചിയാ. വയണയില ആ, ഇത് വയണയിലയാണ്. അതെടുത്ത് അതിന് നമ്മൾ വയണയില ഇത് അങ്ങനെ ഇരിക്കട്ടെ. അത് നമുക്കെന്തെങ്കിലും വാരിയിരിക്കേ. ഇതേ വയണയില. അതേപോലെ നിൽക്കാം. അതിനകത്ത് വീതിയുള്ള ഇലയൊക്കെ ഉണ്ട്. അതുപോലെ ആ വീതിയുള്ളതൊക്കെ എടുത്ത് കാണിയിൽ വെച്ച് വയണയില. പക്ഷേ അതിന് പുളി വീതിയുള്ള നല്ല ഇല വെച്ചിട്ടുണ്ട്. അത് അതായിട്ട് കാണിയിട്ട് എന്ത് പുട്ടൻ ഇലയാന്നൊക്കെ പറഞ്ഞ് കണ്ടോ. വയനാണ് ചരിച്ചു പിടിക്കേ. കണ്ടോ വയണയില? വലിയ വയണയില അല്ലേ ചേച്ചിക്ക്? ഇത് എവിടെ ചേച്ചി? നമ്മുടെ ഇവിടെ ഉണ്ട്. സൂപ്പർ വയണയില. നോക്കിയേ, വലുത് ഉണ്ടോ? വലിയ ഇല കേട്ടോ, സൂപ്പർ. നമ്മളിവിടെ നിന്ന് കിട്ടേയില്ല അതൊന്നും. ഇത് ഉണക്കി നമ്മൾ മസാല ആക്കാം. അതിന് ചെറുതുണ്ട്. ചെറുതാണല്ലേ? അത് ചെറുതൊന്നും കാണണമല്ലോ തണ്ട്. ആ, അതിനകത്തൊരു തണ്ടുണ്ട്. അതെടുത്ത് കാണിക്കുക. എന്താ തളർന്ന് കിടക്കുന്ന കണ്ടില്ല? അതെടുത്ത് ചെറിയ തണ്ടുണ്ട്. ഉണക്കി എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അതല്ലേ? അതല്ല, തൂങ്ങി കിടക്കുന്നുണ്ടല്ലോ. തണ്ടടി ഉണ്ടടി അതിനകത്ത്. അങ്ങനെ കണ്ടോ. ഇത് ഉണക്കി വെച്ചാൽ എന്ത് വേണമെന്നറിയാം. മല പോലെ കിളി പോലെ കൊഞ്ചുന്ന പെണ്ണെ, പച്ചപ്പ് കണ്ടു ഞാൻ നിന്നെ മരിച്ചു കുറിച്ചു. നിർത്തട്ടെ.